ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺ Litmosphere. അതെ, യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ സിലബസിനോടൊപ്പം ചേർത്തിരിക്കുന്ന സാക്ഷാൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം അല്ലേ? ഓർക്കുക, സമയം 2 മണിക്കൂർ, മാർക്ക് 60. ഒരു കാര്യം മറക്കണ്ട, ഈ വീഡിയോയുടെ PDF താഴെ കാണുന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നല്ല ഒന്നാം തരം 4 പേജ്. സോ ഹിയർ വി ഗോ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 2 or 3 sentences each. 2 മാർക്ക് വീതം 12 ചോദ്യങ്ങളുണ്ട്. വേണമെങ്കിൽ മുഴുവൻ എഴുതാം. 20 മാർക്കുണ്ട്, അത് മുഴുവൻ കിട്ടും. ഫ്രണ്ട്സ്, സോ വി സ്റ്റാർട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1. What is the theme of the poem? To posterity. To posterity എന്ന കവിത എന്തിനെ പറ്റിയാണ്? ഇതാണ് ചോദ്യം. Take a look at the answer. The theme of the poem is Macnise's concern about the future of books. പുസ്തകങ്ങളുടെ ഭാവിയെ പറ്റി കവി മഗ്നീസിന്റെ ആശങ്കയാണ് ഈ കവിതയിലെ പ്രതിപാദ്യ വിഷയം. What will happen to the books when the new media has replaced the reading and speaking is his concern. ഈ പുതിയ മീഡിയ വായനയും സംഭാഷണവും ഇല്ലാതാക്കുമ്പോൾ നമ്മുടെ പുസ്തകങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ ആശങ്ക. Now, question number 2. What was the constant whisper in the house in the short story The Rocking Horse Winner? ഈ ഷോർട്ട് സ്റ്റോറിയിൽ വീടിനകത്ത് സദാ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്ന അശരീരി എന്താണ്? Now, here is the answer. There must be more money was the constant whisper that haunted the house. കൂടുതൽ പണം വേണം എന്ന അശരീരിയാണ് ആ വീടിനകത്ത് സദാ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നത്. Now, question number 3. Why did Flaubert decide to write the memoir? ഓർമ്മക്കുറിപ്പുകൾ എഴുതാൻ ഫ്ലോബേർ എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? Flaubert says it is foolish to ask people the reason for their actions or their writings. ആളുകളോട് അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെയും എഴുതുന്ന കാര്യങ്ങളുടെയും കാരണം അന്വേഷിക്കുന്ന മൗഢ്യമാണ്. All that he did was to put on paper whatever entered his mind like a madman. അദ്ദേഹം ആകെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഭ്രാന്തനെ പോലെ തലയ്ക്കകത്ത് വന്നതൊക്കെ ഒരു കടലാസിൽ കുറിച്ചു വെച്ചു, അത്ര തന്നെ. Now, question number 4. What is the tone of the poem The Thought Fox? The Thought Fox എന്ന കവിതയുടെ ടോൺ, അതായത് ഭാവം, ധ്വനി എന്താണ്? The tone of The Thought Fox is pensive with a tinge of loneliness. ഏകാന്തനായി ചിന്താധീനനായിരിക്കുന്ന ഒരു ടോൺ ആണ് The Thought Fox എന്ന കവിതയ്ക്കുള്ളത്. Now friends, question number 5. What is the irony in the poem Poetry by Marian Moore? മരിയൻ മൂറിന്റെ പോയിട്രി എന്ന കവിതയിൽ കാണുന്ന വൈരുദ്ധ്യം എന്താണ്? Now, here is the answer. The poem begins with the expression I too dislike it. That is, the poet too dislikes poetry. എനിക്കും അത് ഇഷ്ടമല്ല എന്ന വാക്യത്തോടു കൂടിയാണ് കവിതയുടെ തുടക്കം തന്നെ. But she mainly talks about the value of poetry, what to look for in good poetry and how to appreciate it. എന്നാൽ ഈ കവിതയിൽ ഉടനീളം കാണുന്നത് കവിതയുടെ മൂല്യം, നല്ല കവിതയിൽ എന്തു തിരയണം, അതെങ്ങനെ ആസ്വദിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് വൈരുദ്ധ്യം. Question number 6. How did working in the dispensary motivate Agatha Christie to write a detective story? ഡിസ്പെൻസറിയിലെ ജോലി ഡിറ്റക്റ്റീവ് നോവലുകൾ എഴുതാൻ എങ്ങനെയാണ് അഗത ക്രിസ്റ്റിയെ സഹായിച്ചത്? Now, here is the answer. In the dispensary there were slack or busy periods. ഒരു ഡിസ്പെൻസറിയിൽ ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും, മറ്റു ചിലപ്പോൾ ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല. Thus, it provided a favorable opportunity to think about writing a detective story. ആ ഒഴിവുവേളകൾ ഡിറ്റക്റ്റീവ് നോവലുകൾ എഴുതാൻ അവരെ നന്നായി സഹായിച്ചു. Short answer question number 7. What is the nationality of the writer Najib Mahfouz? Najib Mahfouz ഏത് ദേശക്കാരനാണ്? Najib Mahfouz is a Nobel Prize winning Egyptian writer. നജീബ് മഹ്ഫൂസ് നൊബേൽ ജേതാവായ ഈജിപ്ഷ്യൻ എഴുത്തുകാരനാണ്. Question number 8. What does the drum symbolize in the poem To a Reason? To a Reason എന്ന കവിതയിൽ ഡ്രം എന്ന പ്രതീകം എന്തിനെ സൂചിപ്പിക്കുന്നു? The drum symbolizes a clarion call for a revolution. ഈ ഡ്രം എന്ന പ്രതീകം ഒരു വിപ്ലവം, അതായത് ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള കാഹളം മുഴങ്ങുന്നതിനെ സൂചിപ്പിക്കുന്നു. Question number 9. Who is a colorman in Arthur Conan Doyle's story? Arthur Conan Doyleന്റെ കഥയിലെ കളർമാൻ ആരാണ്? The old colorman is Josiah Amberley. ആ പ്രായം ചെന്ന കളർമാൻ ജോസിയ ആംബർലി. അല്ലാതെ ആരാ? Short answer question number 10. What is meant by the title of the play Trifles? Trifles എന്നാണല്ലോ നാടകത്തിന്റെ പേര്. അതിന്റെ അർത്ഥം എന്താണ്? Trifles means something of little value or importance. Trifles എന്ന് പറഞ്ഞാൽ കഴമ്പില്ലാത്തത്, നിസ്സാരം,
എന്നൊക്കെയാണ് അർത്ഥം. The title is ironic. എന്നാൽ ഈ പേരിനകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട്. It refers to the small clues that the men in the play fail to notice that the women are able to use to reconstruct the crime. കാരണം ഈ നിസ്സാരം എന്ന് പറയുന്ന കാര്യങ്ങൾ നാടകത്തിലെ ആണുങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ സ്ത്രീ കഥാപാത്രങ്ങൾ ആ കഴമ്പില്ലാത്ത കാര്യങ്ങളെ ഉപയോഗിച്ച് വളരെ സമർത്ഥമായി ആ കൊലപാതകം പുനഃസൃഷ്ടിക്കുന്നുണ്ട്. Short answer question number 11. What is missing in the boy in Justice Amir's poem? BOY, boy എന്ന വാക്കിൽ എന്തോ ഒന്ന് കുറവുണ്ട്. എന്താണത്? The letter D is missing in the boy in Justice Amir's poem. D എന്ന അക്ഷരമാണ് കുറവുള്ളത്. BODY, ബോഡിയിലെ D പോയി കഴിഞ്ഞാൽ ബോയ് അല്ലേ? Now friends, question number 12. What is the metaphor for women used in the short film Pearl? Pearl എന്ന സിനിമയിൽ സ്ത്രീകളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫർ രൂപകം എന്താണ്? A pink ball of yarn is the metaphor used for women in the short film Pearl. Pink വർണ്ണത്തിലുള്ള ഒരു നൂൽക്കട്ടയാണ് ആ മെറ്റഫർ. So friends, these are the 12 short answer questions. ഇത് മുഴുവൻ എഴുതിയാൽ 20 മാർക്കും കിട്ടും. Next, paragraph questions. Answer the following questions in a paragraph. 5 marks each. Paragraph question 7 എണ്ണമുണ്ട്. ഒരെണ്ണത്തിന് 5 മാർക്ക്. എല്ലാം എഴുതിയാൽ 30 മാർക്കും കിട്ടും. Here is question number 13. That is paragraph question number 1. What, according to Limbale, is the purpose of Dalit literature? ലിംബാലയുടെ അഭിപ്രായത്തിൽ ദളിത് സാഹിത്യത്തിന്റെ ഉദ്ദേശം എന്താണ്? Limbale says that Dalit literature is writing about Dalits by Dalit writers with a Dalit consciousness. ലിംബാലയുടെ അഭിപ്രായത്തിൽ ദളിത് ബോധമുള്ള ദളിത് എഴുത്തുകാർ ദളിതരെ പറ്റി എഴുതുന്നതാണ് ദളിത് സാഹിത്യം. The purpose of Dalit literature is to inform Dalit society of its slavery and narrate its pain and suffering to upper caste Hindus. ദളിത് സാഹിത്യത്തിന്റെ ലക്ഷ്യം രണ്ടാണ്. ഒന്ന്, സ്വന്തം അടിമത്തത്തെ പറ്റി ദളിതരെ ബോധവാന്മാരാക്കുക. രണ്ട്, തങ്ങളുടെ വേദനയും കഷ്ടപ്പാടും ഉയർന്ന ജാതിക്കാരോട് വിവരിക്കുക. It cannot be properly evaluated by using traditional standards. സാധാരണ സാഹിത്യകൃതികളെ വിലയിരുത്തുന്ന രീതിയിൽ ദളിത് സാഹിത്യത്തെ വിലയിരുത്തരുത്. It requires a different yardstick for the literary evaluation of their work. ദളിത് എഴുത്തുകാരുടെ കൃതികളെ വിലയിരുത്താൻ പ്രത്യേക രീതികൾ തന്നെ വേണം. Its literary value is embedded in its social value. ദളിത് സാഹിത്യത്തിൽ അടങ്ങിയിരിക്കുന്ന സാമൂഹ്യ മൂല്യങ്ങളിലാണ് അതിന്റെ സാഹിത്യ മൂല്യമുള്ളത്. Dalit literature will be analyzed according to the role of Dalit writers. ദളിത് എഴുത്തുകാരുടെ റോൾ അനുസരിച്ച് വേണം അവരുടെ സാഹിത്യകൃതികളെ വിശകലനം ചെയ്യാനും വിലയിരുത്താനും. Now friends, paragraph question number 2, that is question number 14. What does it mean to be the dreamer in Suniti Namjoshi's poem? Suniti Namjoshiയുടെ കവിതയിൽ ഡ്രീമർ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? The Sleeping Fool by Suniti Namjoshi portrays the concepts of dream and the dreamer. The Sleeping Fool എന്ന കവിതയിൽ 2 കാര്യങ്ങളാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഒന്ന്, സ്വപ്നം. 2, സ്വപ്നം കാണുന്നയാൾ. The dreamer is the husband, that is the subject in a patriarchal society. സ്വപ്നം കാണുന്നയാൾ ഭർത്താവാണ്. അതായത് പുരുഷ മേധാവിത്വമുള്ള സമൂഹത്തിലെ സബ്ജക്ട്, കർത്താവ്, അതായത് കാര്യങ്ങൾ ചെയ്യുന്നയാൾ. He is the doer of an action. The dream is the wife, the object that suffers the action. സ്വപ്നം എന്നത് ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നയാൾ. The dreamer tries to do many things to make his bride happy. സ്വപ്നം കാണുന്ന ഭർത്താവ് തന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ പലതും ചെയ്യുന്നുണ്ട്. However, she refuses them all. എന്നാൽ അവൾ പറയുന്നു, എനിക്കതൊന്നും വേണ്ട. She tells him what she wants. അവൾക്ക് എന്താണ് വേണ്ടതെന്ന് അവൾ പറയുന്നു. She wants that which he will not grant. പക്ഷേ അവൾ പറയുന്നു അവൾക്ക് വേണ്ടത് മിക്കവാറും അവൻ കൊടുക്കില്ല. She wants to be the subject, not just the object. She wants to be the dreamer, not just the dream. അവൾക്ക് വേണ്ടത് എന്താണ്? അവൾക്കും സ്വപ്നം കാണണം, അവനെ പോലെ തന്നെ, അല്ലാതെ വെറും ഒരു സ്വപ്നമായി തീരണ്ട അവൾക്ക്. This is paragraph question number 2. Now question 15. Explain the symbolic elements in the play Trifles. Trifles എന്ന നാടകത്തിലെ
പ്രതീകങ്ങളെ പറ്റി വിശദീകരിക്കുക. ഇൻ സൂസൻ ഗ്ലാസ്ബെൽസ് പ്ലേ ട്രൈഫിൾസ് symbolism plays an important role. സൂസൻ ഗ്ലാസ്ബെലിന്റെ ട്രൈഫിൾസ് എന്ന നാടകത്തിൽ സിംബൽസ് അതായത് പ്രതീകങ്ങൾക്ക് നല്ല സ്ഥാനമുണ്ട്. The playwright uses a series of symbols to explain what is going on in Mrs. Wright's mind. മിസ്സിസ് റൈറ്റിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ നമുക്ക് വിശദമാക്കി തരുന്നത് ഈ സിംബൽസിലൂടെയാണ്. The canary symbolizes her spirit and personality. കനേറി എന്ന മഞ്ഞ നിറത്തിലുള്ള പക്ഷി ഒരു സിംബലാണ്. എന്തിന്റെ? മിസ്സിസ് റൈറ്റിന്റെ ആത്മാവ്, അതായത് അവളുടെ വ്യക്തിത്വത്തിന്റെ പ്രതീകം. The quilt symbolizes her life and her marriage, the choices she had to make relating to her husband's murder. ആ ക്വിൽറ്റ് അതായത് കട്ടിയുള്ള പുതപ്പ് വിവാഹ ജീവിതത്തിന്റെ പ്രതീകമാണ്. ഭർത്താവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവളുടെ തീരുമാനത്തിന്റെ പ്രതീകം. The dead canary symbolizes the missing piece of evidence as to why she killed her husband. ആ ചത്ത മഞ്ഞക്കിളി മറ്റൊരു പ്രതീകമാണ്. എന്തിന്റെ? ഭർത്താവിനെ കൊന്നതുമായി ബന്ധപ്പെട്ട് ഇനിയും ലഭിക്കാനുള്ള തെളിവിന്റെ പ്രതീകം. സൂസൻ ഗ്ലാസ്ബെൽ uses symbols to explain how the emotional abuse and neglect infiltrate on Mrs. Wright. വൈകാരികമായ കുഴപ്പങ്ങളും അവഗണനയും മിസ്സിസ് റൈറ്റിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഈ പ്രതീകങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. The story symbolizes her oppression under her husband's domination. ഭർത്താവിന്റെ മേധാവിത്വം ആ കഥാപാത്രത്തിന് എങ്ങനെ ഒരു പീഡനമാകുന്നു എന്നതിന്റെ ഒരു സിംബലാണ് ഈ കഥ. Friends, here is question number 16. How did Agatha Christie plan her work? Agatha Christie എങ്ങനെയാണ് അവരുടെ കഥ പ്ലാൻ ചെയ്തത്? Agatha Christie planned her work in a meticulous way. കുറ്റമറ്റ രീതിയിൽ അവർ അവരുടെ കഥ പ്ലാൻ ചെയ്തു. First, she thought about the kind of detective story. ആദ്യം ഏത് തരത്തിലുള്ള ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ് എഴുതേണ്ടത് എന്നതിനെ പറ്റി ചിന്തിച്ചു. Since she was surrounded by poisons, she fixed writing about death by poisoning. ജോലി സ്ഥലത്ത് അതായത് ഡിസ്പെൻസറിയിൽ അവർക്ക് ചുറ്റും വിഷവും മറ്റു മരുന്നുകളും ആയിരുന്നതുകൊണ്ട് വിഷം കൊടുത്ത് കൊല്ലുന്നതിനെ പറ്റിയാവാം കഥ എന്ന് തീരുമാനിച്ചു. Then she thought about characters. അതിനുശേഷം കഥാപാത്രങ്ങളെ പറ്റിയായി ചിന്ത. She created all her characters for herself through careful observation. സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ കഥാപാത്രങ്ങളെയെല്ലാം സ്വന്തമായി സൃഷ്ടിക്കുകയായിരുന്നു അവർ. In a trap, she saw a man with a black beard sitting next to an elderly lady who was chattering like a magpie. ഒരു കുരുവിയെ പോലെ ചിലച്ചുകൊണ്ടിരിക്കുന്ന പ്രായമായ ഒരു സ്ത്രീയുടെ അടുത്തിരിക്കുന്ന ഒരു കറുത്ത താടിക്കാരനെ കണ്ടു. കൊല ചെയ്യാൻ പറ്റിയ ആൾ രൂപം. A good model for a detective she saw among the Belgian refugees. ബെൽജിയംകാരായ അഭയാർത്ഥികൾക്കിടയിൽ നിന്ന് ഒരു നല്ല ഡിറ്റക്റ്റീവിന്റെ മോഡലും കിട്ടി. Hercules changed to Hercule with a last name. Poirot was her detective. അങ്ങനെ ഹെർക്യൂലിസ് എന്ന പേരിന് ചെറുതായൊരു മാറ്റം വരുത്തിയിട്ട് ഹെർക്യൂൾ എന്നാക്കുകയും അതിനുശേഷം പോയിറോ എന്ന കുടുംബ പേരും കൂടെ ചേർത്തപ്പോൾ ഹെർക്യൂൾ പോയിറോ എന്ന ഡിറ്റക്റ്റീവ് ജനിച്ചു. Now, question number 17. Describe the analytical skills of Sherlock Holmes in Doyle's short story. ഡോയിലിന്റെ ചെറുകഥയിൽ ഷെർലക് ഹോംസ് എന്ന ഡിറ്റക്റ്റീവിന്റെ തെളിവുകളെ വിശകലനം ചെയ്യാനുള്ള കഴിവ് അത് ഒന്ന് വിവരിക്കുക. Sherlock Holmes observes the dress and attitude of his clients and suspects. ആദ്യം ഷെർലക് ഹോംസ് ചെയ്യുന്നത് പ്രതികളുടെയും പ്രതികളെന്ന് സംശയിക്കുന്നവരുടെയും വസ്ത്രം, മനോഭാവം എന്നിവ സൂക്ഷ്മമായി നിരീക്ഷിക്കും. He notes skin marks, contamination, emotional state and physical condition in order to deduce their origins and recent history. ശരീരത്തിലുള്ള പാടുകൾ, ശരീരത്തിലും വസ്ത്രത്തിലുമുള്ള അഴുക്ക്, പ്രതിയുടെ വൈകാരികമായ അവസ്ഥ, ശാരീരികമായ അവസ്ഥ എന്നിവ എങ്ങനെ ഉണ്ടായി എന്ന് വിലയിരുത്തും. His intellectual detection method is deductive reasoning. അദ്ദേഹത്തിന്റെ കുറ്റം കണ്ടുപിടിക്കുന്ന ബുദ്ധിപരമായ രീതി എങ്ങനെയെന്ന് ചോദിച്ചാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അനുമാനങ്ങളാണ് ഡിഡക്റ്റീവ് റീസണിംഗ്. ഹോംസ് is also famed for his reasoning capabilities. യുക്തിചിന്തയ്ക്ക് പേരുകേട്ടയാളാണ് ഷെർലക് ഹോംസ്. His investigative technique relies heavily on the acquisition of hard evidence. നല്ല കട്ട തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ഹോംസിന്റെ അന്വേഷണ രീതി. Holmes is skilled in the analysis of evidence such as footprints, handwriting, among other things.
കാൽപ്പാടുകൾ, കൈയെഴുത്ത് തുടങ്ങിയ കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള ഹോംസിന്റെ കഴിവ് അപാരം തന്നെ. He also displays a strong aptitude for acting and disguise. വേണമെങ്കിൽ അഭിനയം, വേഷം മാറിവരൽ തുടങ്ങിയ വേലകളും പുള്ളിയുടെ കയ്യിലുണ്ട്. ഷെർലക് ഹോംസ് എംപ്ലോയ്സ് ഏജന്റ്സ് ഇൻ ഹിസ് ജോബ്. ജോലിയിൽ ധാരാളം സഹായികളെയും അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. He often carries pistols to confront criminals. കുറ്റവാളികളെ നേരിടാൻ കയ്യിൽ ഒരു തോക്ക്, പിസ്റ്റൾ കൊണ്ടു നടക്കുക സാധാരണമാണ്. Now friends, question number 18. Write about the shifting female perspective in the short film Pearl. Pearl എന്ന ഷോർട്ട് ഫിലിമിൽ കാണുന്ന മാറി മാറി വരുന്ന സ്ത്രീ വീക്ഷണത്തെ പറ്റി പറയാമോ എന്നാണ് ചോദ്യം. Pearl is a computer animated short film directed by Kristen Lester. Kristen Lester സംവിധാനം ചെയ്ത ഒരു കമ്പ്യൂട്ടർ ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമാണല്ലോ Pearl. The film focuses on the shifting female perspective. മാറി മാറി വരുന്ന സ്ത്രീ വീക്ഷണത്തെ പറ്റിയാണ് ഈ ഫിലിം. A pink ball of yarn named Pearl gets a job in a male dominant company. പുരുഷന്മാർക്ക് മേധാവിത്വമുള്ള ഒരു കമ്പനിയിൽ Pearl എന്ന് പേരായ ഒരു പിങ്ക് നൂൽക്കട്ടയാകുന്ന പെൺകുട്ടി ജോലിക്ക് വരും. She is ignored by her fellow employees. അവളുടെ കൂടെയുള്ള ആണുങ്ങൾ അവളെ മൈൻഡ് ചെയ്യുന്നില്ല, അവഗണിക്കുന്നു. After much effort, she changes herself and gets accepted. നമ്മുടെ നൂൽക്കട്ട വളരെ പാടുപെട്ട് സ്വയം ഒരുപാട് മാറ്റം വരുത്തുന്നു. അങ്ങനെ അവളുടെ കൂടെയുള്ള ആണുങ്ങൾ അവളെ മെല്ലെ അംഗീകരിക്കാൻ തുടങ്ങുന്നു. At the end, Pearl realizes her own self-worth. അവസാനം അവൾക്ക് തന്റെ സ്വന്തം കഴിവിൽ ധാരാളം മതിപ്പ് തോന്നുന്നു. She feels that this acceptance by the male group is not worth enough. എന്നാൽ ആണുങ്ങളുടെ ഇടയിൽ അവൾക്കുണ്ടായ സ്വീകാര്യത കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നും അവൾക്ക് തോന്നുന്നു. She empathizes with another ball of yarn, Lacey, which has newly come to the office. പുതുതായി ആ കമ്പനിയിൽ ജോലിക്ക് വന്ന മറ്റൊരു നൂൽക്കട്ടയാകുന്ന പെൺകുട്ടി, പേര് ലേസി. അവളോട് നമ്മുടെ പേളിന് സഹതാപം, അതായത് ഒരു തന്മയി ഭാവം ഉണ്ടാകും. ലേസി is also alienated. ലേസിയും അവിടെ ആരും അല്ലാതാകും. This is paragraph question number 6. Now friends, we have come to the last paragraph question. Question number 19. How do you explain Paul's fixation on the idea of luck? The rocking horse എന്ന ഷോർട്ട് സ്റ്റോറിയിൽ Paul എന്ന കഥാപാത്രത്തിന്റെ ലക്ക്, അതായത് ഭാഗ്യത്തെ പറ്റിയുള്ള ചിന്ത എന്താണ്? Here is the answer. Paul learns from his mother that it is luck that brings money. Luck, അതായത് ഭാഗ്യമാണ് പണം കൊണ്ടുവരുന്നത് എന്ന് അമ്മയിൽ നിന്ന് പോൾ മനസ്സിലാക്കും. His father does not make money because he is not lucky. തന്റെ അപ്പന് പണമില്ലാത്തത് അദ്ദേഹത്തിന് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ്. His mother, Hester, is always in debt. അമ്മ ഹെസ്റ്റർ എപ്പോഴും കടക്കാരിയാണ്. To get his mother's love, Paul should somehow get luck and bring money to the family. അമ്മയുടെ സ്നേഹം കിട്ടാൻ കുടുംബത്തിലേക്ക് ഏത് വിധേനയും പണം കൊണ്ടുവരണം എന്ന് നമ്മുടെ പോൾ മനസ്സിലാക്കുന്നു. He knows he can get money by winning in horse races. പണം കിട്ടണമെങ്കിൽ കുതിരപ്പന്തയത്തിൽ ജയിക്കണം എന്നവൻ അറിയാം. For that, you should know the winning horse. അതിന് ജയിക്കാൻ പോകുന്ന കുതിരയെ മുൻകൂട്ടി അറിയണം. Paul rides his rocking horse at great speed. അങ്ങനെ അവന്റെ കളിപ്പാട്ടമായ കുതിരയുടെ പുറത്ത് കയറി ആടിത്തിമർത്ത് ഒരു ഉന്മാദാവസ്ഥയിൽ അവരെത്തുന്നു. In a moment of trance, the name of the winning horse gets revealed. ആ സമയത്ത് ജയിക്കാൻ പോകുന്ന കുതിരയുടെ പേര് അവന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. This is how Paul seeks luck. ഇങ്ങനെയാണ് പോൾ ഭാഗ്യം തേടുന്നത്. Friends, these are the paragraph questions. ഞാൻ പറഞ്ഞതുപോലെ 7 paragraph questions. ഒരു ചോദ്യത്തിന് 5 മാർക്ക്, 7 എഴുതിയാൽ 30 മാർക്ക് ഉറപ്പ്. അപ്പോ ഇതുവരെ 30ഉം 20ഉം 50 മാർക്കായി. ഇനി 10 മാർക്ക് ബാക്കിയുണ്ട്. അത് ഒരു എസ്സേ. ചോദ്യം 2 ഉണ്ട്, ഒരെണ്ണം എഴുതുക, 10 മാർക്ക്. Friends, take a look at the question rubric. Question number 3. Answer any one of the 2 questions in an essay of 200 words. ഏതാണ്ട് 200 വാക്കിൽ താഴെ കൊടുത്തിരിക്കുന്ന 2 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരമെഴുതുക. This is a question. Take a look at the first essay question. Question number 20. How does Limbale challenge the notions of Satyam, Shivam, Sundaram and declare them as a foolish aesthetic concept in the essay about Dalit literature? സത്യം, ശിവം, സുന്ദരം എന്ന ആശയത്തെ ലിംബാലെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? അതോടൊപ്പം അതൊരു വിഡ്ഢിത്തരം നിറഞ്ഞ സൗന്ദര്യ സങ്കല്പമാണ് എന്ന് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ്? Take a look at the answer. Here is paragraph number 1. Sharan Kumar Limbale is an Indian Dalit writer from Maharashtra.
മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു ദളിത് എഴുത്തുകാരനാണ് ശരൺ കുമാർ ലിംബാലെ. In the essay about Dalit literature, the writer challenges the notions of Satyam, Shivam and Sundaram. ഈ എസ്സേയിൽ സത്യം, ശിവം, സുന്ദരം എന്ന സങ്കല്പത്തിന്റെ നിലവിലുള്ള അർത്ഥത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു. He says that it is a foolish aesthetic concept. അത് ഒരു വിഡ്ഢിത്തം നിറഞ്ഞ സൗന്ദര്യ സങ്കല്പമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. Now, paragraph number 2. By Dalit literature, Limbale means writing about Dalits by Dalit writers with a Dalit consciousness. ദളിത് ബോധമുള്ള ദളിത് എഴുത്തുകാർ ദളിതരുടെ ജീവിതാനുഭവങ്ങളെ പറ്റി എഴുതുന്നതാണ് ദളിത് സാഹിത്യം എന്നതുകൊണ്ട് ലിംബാലെ അർത്ഥമാക്കുന്നത്. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു ഇൻഫോം ദളിത് സൊസൈറ്റി ഓഫ് ഇറ്റ്സ് സ്ലേവറി. ഈ സാഹിത്യത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ദളിത് സമൂഹത്തിന്റെ അടിമത്തത്തെ പറ്റി അവരെ തന്നെ ബോധ്യപ്പെടുത്തുക. ഇറ്റ് ഓൾസോ ഇന്റൻസ് ടു നാരേറ്റ് ഇറ്റ്സ് പെയിൻ ആൻഡ് സഫറിംഗ് ടു ദ റെസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. രണ്ട്, ദളിതരുടെ വേദനയും കഷ്ടപ്പാടും സമൂഹത്തിലെ ദളിതരല്ലാത്തവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. Now, paragraph number 3. The writer says that in a literature that is meant for awareness, one should not expect pleasure or beauty. ലിംബാലെ പറയുന്ന പ്രധാന കാര്യം, ബോധവൽക്കരണത്തിനായി രചിക്കുന്ന ദളിത് സാഹിത്യത്തിൽ സന്തോഷമോ ആസ്വാദനമോ സൗന്ദര്യമോ പ്രതീക്ഷിക്കരുത്. ഇൻസ്റ്റെഡ് വൺ ഷുഡ് എക്സ്പെക്ട് ഇൻസ്പിറേഷൻ ഫോർ സോഷ്യൽ ചേഞ്ച്. അതിനു പകരം നമ്മുടെ സമൂഹത്തെ ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ഒരു പ്രചോദനം അതിൽ ഉണ്ടാവണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. Such literature has to be appreciated and analyzed on the basis of social values, not on traditional aesthetics. അത്തരം സാഹിത്യത്തെ എങ്ങനെ വിലയിരുത്തണം? അതിലെ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന സാമൂഹ്യ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം വിലയിരുത്താൻ. It requires a different yardstick, a new aesthetic that is realistic. അങ്ങനെ വരുമ്പോൾ ദളിത് സാഹിത്യത്തെ വിലയിരുത്താൻ ഒരു പ്രത്യേക അളവുകോൽ വേണം എന്ന് വരുന്നു, യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു സൗന്ദര്യ സങ്കല്പം. Now, the fourth paragraph. Satyam, Shivam and Sundaram are the three aspects of the Indian aesthetic concept. ഭാരതീയ സൗന്ദര്യ സങ്കല്പത്തിന്റെ അടിസ്ഥാന തത്വമാണ് സത്യം, ശിവം, സുന്ദരം. The caste people use fabricated stories to exploit the Dalits and the Adivasis. ദളിതരെയും ആദിവാസികളെയും ചൂഷണം ചെയ്യാൻ വേണ്ടി ഉയർന്ന ജാതിക്കാർ കെട്ടിച്ചമച്ച കഥകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കാറുണ്ട്. They claim that they were born from the mouth of Brahma, whereas the Shudras, the Dalits and the Adivasis came from his feet. ഉയർന്ന ജാതിക്കാർ അവകാശപ്പെടുന്നത് അവർ ജനിച്ചത് ബ്രഹ്മാവിന്റെ വായിൽ നിന്നാണെന്നാണ്. എന്നാൽ ശൂദ്രരും ദളിതരും ആദിവാസികളുമോ അദ്ദേഹത്തിന്റെ കാൽപാദത്തിൽ നിന്നും. Limbale says that സത്യം, ശിവം and സുന്ദരം is a foolish aesthetic concept. സത്യം, ശിവം, സുന്ദരം എന്നത് വെറും ഒരു വിഡ്ഢിത്തരം നിറഞ്ഞ സൗന്ദര്യ സങ്കല്പമാണെന്നാണ് ലിംബാലെ പറയുന്നത്. He redefines them as follows. സത്യം, ശിവം, സുന്ദരത്തിന് അദ്ദേഹം ഒരു പുതിയ നിർവചനം തരുന്നു. അതായത്, human beings are first and foremost human. This is സത്യം. മനുഷ്യർ എന്നത് മനുഷ്യത്വമുള്ളവരാണ് എന്നതാണ് സത്യം. The liberation of human beings is ശിവം. മനുഷ്യന്റെ മോചനമാണ് ശിവം. The humanity of human beings is സുന്ദരം. മനുഷ്യരുടെ മാനവികതയാണ് സുന്ദരം. Now friends, let's come to the last paragraph of this essay. It is in this way that Limbale challenges the notions of Satyam, Shivam and Sundaram. ഈ രീതിയിലാണ് ലിംബാലെ സത്യം, ശിവം, സുന്ദരം എന്ന തത്വത്തിനെ ചോദ്യം ചെയ്യുന്നത്. Any aesthetic consideration of Dalit literature must be based on Ambedkar's thought. ദളിത് സാഹിത്യത്തെ പറ്റിയുള്ള ഏത് സൗന്ദര്യ ദർശനവും മഹാനായ അംബേദ്കറുടെ ആശയങ്ങളെ അടിസ്ഥാനമാക്കി വേണം. This is the end of the first essay. Well friends, now we come to the last question in this model question paper. Question number 21. Attempt a critical analysis of the short story, The Cockroach. The Cockroach എന്ന ഷോർട്ട് സ്റ്റോറിയെ പറ്റി ഒരു നിരൂപണം തയ്യാറാക്കുക. ഇതാണ് ചോദ്യം. Take a look at the first paragraph. Luis Fernando Veríssimo is a Brazilian writer. His story, The Cockroach, is a political satire on democracy. Luis Fernando Veríssimoയുടെ The Cockroach എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി ജനാധിപത്യത്തെ പറ്റിയുള്ള ഒരു രാഷ്ട്രീയ പരിഹാസ കഥയാണ്. It tells us how an innocent meal becomes a bureaucratic nightmare. വെറും ഒരു സാധാ ആഹാരം ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു തലവേദന, ഒരു ദുസ്വപ്നം ആയിത്തീരുന്നത് എങ്ങനെയെന്ന് ഈ കഥ നമ്മോട് പറയും. The story shows how a simple incident gets complicated. ഒരു സാധാരണ സംഭവം എങ്ങനെ കൂടുതൽ സങ്കീർണമാക്കാം, കൂടുതൽ വഷളാക്കാം എന്ന് ഈ കഥ നമ്മോട് പറയും. Now, paragraph number 2. At a restaurant, a customer notices a cockroach in a salad niçoise that he bought. ഒരു റെസ്റ്റോറന്റിൽ ഒരു കസ്റ്റമർ അയാൾ വാങ്ങിയ ഒരു സാലഡിനകത്ത് ഒരു പാറ്റ വീണ് കിടക്കുന്നത് കാണുന്നു. He angrily tells
the head waiter about it. ദേഷ്യം പിടിച്ച് അയാൾ ഹെഡ് വെയിറ്ററോട് ഈ കാര്യം പറയുന്നു. The head waiter tries to cool him down and offers to get another salad. അദ്ദേഹം ഈ കസ്റ്റമറെ ഒന്ന് ശാന്തനാക്കാൻ ശ്രമിക്കുന്നു. എങ്ങനെ? മറ്റൊരു സാലഡ് തരാം എന്ന് പറഞ്ഞു. The customer refuses and demands an explanation. കസ്റ്റമർ പറയുന്നു പറ്റില്ല, വിശദീകരണം വേണം. The head waiter explains that it is only an accident which is not acceptable to him. ഉടനെ ഹെഡ് വെയിറ്റർ പറയുന്നു അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, മാപ്പാക്കണം. കസ്റ്റമർ പറയുന്നു വേണ്ട വേണ്ട, ഇത്തരത്തിലുള്ള വിശദീകരണം ഒന്നും വേണ്ട. Now paragraph number 3. The head waiter calls the manager who in turn alerts the owner. Head waiter മാനേജരെയും മാനേജർ മുതലാളിയെയും വിളിച്ചു വരുത്തുന്നു. Then everyone in the bureaucratic ladder comes there, one after another. The municipal health secretary, the health minister, the president and the army general. അതിനുശേഷം ആ ഉദ്യോഗസ്ഥ വൃന്ദം മുഴുവൻ ഒന്നിനു പിറകെ ഒന്നായി അവിടെ എത്തുന്നു. മുനിസിപ്പൽ സെക്രട്ടറി, ആരോഗ്യമന്ത്രി, രാജ്യത്തിന്റെ പ്രസിഡന്റ്, പട്ടാള മേധാവി, അങ്ങനെ എല്ലാവരും. The president apologizes and offers compensation. പ്രസിഡന്റ് അദ്ദേഹം മാന്യനാണല്ലോ, അദ്ദേഹം പറഞ്ഞു മാപ്പാക്കണം, നഷ്ടപരിഹാരം ചെയ്യാം. The man rejects it. കസ്റ്റമർ ഭയങ്കര ശാഠ്യക്കാരനാ, പുള്ളി പറഞ്ഞു പറ്റില്ല. The army general looks at the salad and says it is an olive and swallows it. പട്ടാള മേധാവി നല്ല കൂർമ്മ ബുദ്ധിക്കാരനാ, അദ്ദേഹം പറഞ്ഞു ഏയ് ഇത് പാറ്റയൊന്നുമല്ല, ഇത് ഒലിവാണ്, ദാ നോക്കിക്കേ എന്നും പറഞ്ഞ് അദ്ദേഹം അത് അകത്താക്കി. Then the customer is arrested and sued for falsely accusing the restaurant. അതിനുശേഷം തെറ്റായി ആരോപണം ഉന്നയിച്ച് അനാവശ്യമായി കുഴപ്പം സൃഷ്ടിച്ചതിന് കസ്റ്റമറെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. Now friends, let's come to the last paragraph. The story tells us how a simple incident worsens a situation. ഒരു നിസ്സാര സംഭവം എങ്ങനെ വഷളാക്കിയെടുക്കാം എന്നത് തെളിവാണ് ഈ കഥ. It satirizes democracy as seen in some nations where all men are equal but some men are more equal. ചില രാജ്യങ്ങളിലുള്ള ജനാധിപത്യ രീതിയെ ഈ കഥ നന്നായി പരിഹസിക്കുന്നുണ്ട്. അവിടങ്ങളിൽ എല്ലാവരും തുല്യരാണ്, പക്ഷേ ചില ആളുകൾ മാത്രം കൂടുതൽ തുല്യർ, അവർക്ക് കൂടുതൽ പരിഗണന. This is what makes matters worse. ഇതാണ് കാര്യങ്ങൾ വഷളാക്കുന്നത്. The story also shows how easily the responsibility shifts from one person to another in a bureaucracy. ഈ കഥയിൽ മറ്റൊരു കാര്യം കൂടെ കാണാം. അതായത് ഉത്തരവാദിത്തം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ തട്ടിക്കളിക്കുന്നു ഈ ഉദ്യോഗസ്ഥ മേധാവിത്വം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ. There is always somebody to blame. പാപഭാരം ചുമക്കാനായി ഒരു പാവം എപ്പോഴും എവിടെയെങ്കിലും ഉണ്ടാവും. The story is an excellent political satire. അങ്ങനെ ഈ കഥ ഒരു നല്ല രാഷ്ട്രീയ പരിഹാസ കഥയാണ്. So friends, this is the end of our first model question paper. ഒരു കാര്യം മറക്കണ്ട, ഈ വീഡിയോയുടെ PDF താഴെ കാണുന്ന ലിങ്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. പ്രിന്റ് ഔട്ട് എടുത്ത് നന്നായി വായിക്കണം. So friends, thank you for watching this presentation. See you in our next video.